വൈദ്യുതി കണക്ഷൻ എടുക്കാൻ പഞ്ചായത്ത് തയ്യാറാവാത്തതിനാൽ DFO കാർഡ് കുടിവെള്ള പദ്ധതി മുടങ്ങി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. ശുദ്ധജലമില്ലാതെ 50ഓളം കുടുംബങ്ങൾ. വൈദ്യുതി കണക്ഷന് പ്രദേശവാസികളുടെ കൺസെന്റ് ലഭിക്കാത്തതാണ് കാരണം. നിലവിലെ പഞ്ചായത്ത് അംഗം മുൻ പഞ്ചായത്ത് അംഗത്തോട് താങ്കൾ കൺസെന്റ് വാങ്ങി തന്നാൽ വൈദ്യുതി കണക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 3, 21 വാർഡുകളിലായി താമസിക്കുന്ന 50ഓളം കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ വലയുന്നത്. DFO മെട്ടിലെ ജലക്ഷാമം പരിഹരിക്കാൻ നിർമ്മിച്ച പദ്ധതിയാണിത്. 3 വർഷം മുൻപ് വരെ ശുദ്ധജലത്തിനായി ആശ്രയിച്ചിരുന്ന DFO കാർഡ് ശുദ്ധജല പദ്ധതിയാണ് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഞാൻ 3-ാം വാർഡിലെ താമസക്കാരനാണ്. എൻ്റെ പേര് പാപ്പച്ചൻ മൂലക്കളത്തിൽ നിന്നാണ്. 3-ാം വാർഡിൻ്റെ 2010 മെമ്പറായ ആളുമാണ്. ഇത് DFO മെട്ടിൽ കുടിവെള്ള ക്ഷാമം ഭയങ്കര രൂക്ഷമായ കാരണം അന്നത്തെ കാലത്ത് 2000-ലാണ് ഈ കുളം ഞങ്ങൾ ഉണ്ടാക്കിക്കുന്നത്. അന്ന് വാർഡ് മെമ്പറായിട്ടിരുന്ന ശ്രീ ജോയി എളുകനാനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ശ്രീ രാജു അടുത്തുവായും കൂടി പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അള്ളിങ്ക കുഞ്ഞുവൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ആ ആള് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നാണ്. ഞങ്ങൾ ഒരു 3 പ്രാവശ്യം പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയുടെ കാലക്കയ്യെ പിടിച്ച് പുള്ളി ഈ സ്ഥലം നമുക്ക് പഞ്ചായത്തിന് ഫ്രീ ആയിട്ട് തരികയും 5 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തരികയും അതിൻ്റെ റെക്കോർഡും ഉണ്ടായിരുന്നു. അതൊക്കെ അന്നത്തെ കാലത്ത് പഞ്ചായത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഈ സ്ഥലത്തിൻ്റെ റെക്കോർഡുകൾ അന്നത്തെ കാലത്ത് പഞ്ചായത്ത് കൊടുത്തിട്ടുള്ളതാണ്. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ശ്രീ PS കരുണാകരൻ എന്ന് പറയുന്ന ഒരാളിനെ കൺവീനറാക്കിക്കൊണ്ട് ഉള്ളൂരിപ്പി യോസിയേട്ടനും പാപ്പച്ച മൂലക്കളത്തെന്ന് പറയുന്ന ആളും ഈ PS കരുണാകരനും കൂടാണ് ഈ കുളത്തിൻ്റെ നിർമ്മാണം നടത്തുന്നത്. ഞങ്ങളാണ് ഇതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് തൽക്കാലം കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പൈസ കടമെടുത്ത് പണിയിപ്പിച്ചാണ് ഈ കുളം നിലവിൽ. അതിന് കുളം പണി തീർന്നു കഴിഞ്ഞപ്പം പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇല്ലാതെ വന്നപ്പോൾ അന്നത്തെ കാലത്ത് ബേൾ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഈ നാട്ടിലേക്ക് കടന്നു വരികയും അവരെ സമീപിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് ഡീസൽ മോട്ടർ ഇവിടെ നിന്ന് ഒരു 3/4 കിലോമീറ്റർ അകലെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടാങ്ക്, ആ ടാങ്കിനും അവർ പൈസ മുടക്കി ഇവിടെ നിന്നുള്ള ഓസ് കണക്ഷനും അവരെടുത്ത് തന്ന് ഡീസൽ മോട്ടറും മേടിച്ചു തന്ന് ഈ ഇതിൻ്റെ അകത്തെ വെള്ളം ഈ DFO മെട്ടിൽ ഉള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഡീസൽ മോട്ടർ കേടാകുകയും ഇത് നന്നാക്കിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് പിന്നീട് വന്നവർ പുതിയ വെള്ളം കൊടുത്തിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്ന കറണ്ട് മോട്ടർ ഇതിൻ്റെ അതുകൊണ്ട് ഇറക്കിയിട്ടുണ്ട്. കറണ്ട് കണക്ഷന് ഗുണഭോക്താക്കൾ നടന്ന് അതിൻ്റെ സമ്മതപത്രം മേടിച്ച് കൊടുത്ത് കറണ്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വെള്ളം കിട്ടും എന്നാണ് ഇപ്പം നിലവിലുള്ള 21-ാം വാർഡിലെ മെമ്പർ പറയുന്നത്. 21-ാം വാർഡ് മെമ്പർ അങ്ങനെയാണ് ഗുണഭോക്താക്കളോട് പറയുന്നത്. നിങ്ങൾ പോയി ചെന്ന് സാങ്ഷൻ മേടിച്ചാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ. ഇതിന് ഇപ്പോഴും ഒരു 3 മാസം ഓൾറെഡി ആയിട്ട് അടിച്ച ഒരു 50 വീട്ടുകാർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളുണ്ട്. 50 വീട്ടുകാർക്കും ഓൾറെഡി ആയിട്ട് വെള്ളം കിട്ടും. ഒരു 3 മാസം കൂടെ ആണെങ്കിൽ പോലും വെള്ളം കിട്ടാനുള്ള വെള്ളം ഇപ്പോഴും ഇതിൻ്റെ അകത്ത് സ്റ്റോക്കുണ്ട്. അത് ഏത് രീതിയിലും ഇവിടുത്തെ ജലക്ഷാമം പരിഹരിക്കാനായിട്ട് ഈ വീട്ടുകാർക്ക് അടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. എൻ്റെ പേര് LC തോമസ്. ഞാൻ 2015 മുതൽ 2020 വരെ 21-ാം വാർഡിൻ്റെ മെമ്പറായിട്ട് നിന്ന ആളാണ്. അപ്പോൾ ഞാൻ മെമ്പറായിട്ടിരിക്കുന്ന കാലയളവിൽ നമ്മുടെ DFO കാർഡ് ശുദ്ധജല പദ്ധതിയിൽ ഇവിടെ ഏകദേശം 50ഓളം കുടുംബങ്ങൾ ഈ ഒരു കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. മറ്റ് കുടിവെള്ള പദ്ധതികളോ മറ്റ് വെള്ളം എടുക്കാനുള്ള സ്രോതസ്സുകളോ ഒന്നുമില്ല. അപ്പോൾ ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്നായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുളം ഒന്ന് കുറച്ചും കൂടി ഒന്ന് ആഴം വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2020-ലാണ് ഒരു 1 ലക്ഷം രൂപയോളം ഫണ്ട് അനുവദിച്ചു.
അനുവദിച്ചിരുന്നു മെയിൻ്റനൻസ് പണികൾ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് കൊറോണ ടൈമും അതുപോലെ തന്നെ പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ആ പദ്ധതി ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം സിജോ നടക്കിനൊക്കെ മെമ്പറായി വന്ന സമയത്ത് ഇത് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അതിന് 1 ലക്ഷം രൂപ കൂടി ഫണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഡീസൽ മോട്ടോർ വെച്ചാണ് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ഡീസൽ മോട്ടോർ കേടായി പോവുകയും പിന്നീട് അത് കറണ്ട് മോട്ടോർ ഉപയോഗിക്കാം എന്ന് അറിയിക്കുകയും കറണ്ട് മോട്ടറും അതിന് വേണ്ട ഓസും പൈപ്പ് കണക്ഷനും എല്ലാം സംവിധാനങ്ങളും എത്തിക്കുകയും ചെയ്തു. ഇവയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കറണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കറണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മെമ്പറോട് വേറെ വെള്ള പദ്ധതി ഒന്നും ഇല്ലാതെ വെള്ളത്തിന് അതിരൂക്ഷമായിട്ട് ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സിജോയുടെ മെമ്പറോട് ഇങ്ങനെ സംസാരിച്ചു, വെള്ളം നമുക്ക് വേറെ ഇല്ല, അപ്പോൾ ഇത് എടുക്കുന്നതിന് എന്താ സംവിധാനം എന്ന് ചോദിച്ചപ്പോൾ സിജോ മെമ്പർ പറയുകയുണ്ടായി, ഇവിടെ ഈ കുളത്തിന്റെ ഇരുഭാഗത്തും താമസിക്കുന്ന ഇവിടുത്തെ ഉടമസ്ഥരോട് 2 കൂട്ടരോടും ഇവിടുത്തെ ആളുകളും കൂടി സംസാരിച്ച് കറണ്ട് വലിക്കുന്നതിനുള്ളൊരു സംവിധാനം ഒരുക്കി തരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ളം നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തരാമെന്നാണ് കഴിഞ്ഞ ദിനങ്ങളിൽ എന്നോട് സംസാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഗുണഭോക്താക്കൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ പഞ്ചായത്തിന്റെ മെമ്പർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ 2 വാർഡിലെ, കാരണം ഈ കുളം 3-ാം വാർഡിലാണ്, 3-ലെ മെമ്പറും 21-ലെ മെമ്പറും എല്ലാവരും കൂടെ സഹകരിച്ച് ഞങ്ങൾക്ക് ഈ വെള്ളം എടുക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കി തരണം. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സംവിധാനം ഒരുക്കി തരണമെന്നാണ് എൻ്റെ അപേക്ഷ. 2000-ൽ ജോയി ഉലഹന്നാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അള്ളുങ്കൽ കുഞ്ഞുമോൻ എന്ന സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കുളം നിർമ്മിച്ചത്. സംഭരണി നിർമ്മിക്കാനും മോട്ടോർ സ്ഥാപിക്കാനും ജലവിതരണ പൈപ്പിനും ഫണ്ടില്ലായിരുന്നു. തുടർന്ന് വേൾഡ് വിഷൻ എന്ന സന്നദ്ധ സംഘടന 2.5 ലക്ഷം മുടക്കി ഡീസൽ മോട്ടറും പമ്പ് ഹൌസും 20,000 ലിറ്റർ സംഭരണശേഷിയുള്ള സംഭരണിയും നിർമ്മിച്ചു. എന്നാൽ ഏതാനും വർഷം മുൻപ് ഡീസൽ മോട്ടോർ തകരാറിലായതോടെ ശുദ്ധജല വിതരണം അവതാളത്തിലായി. ഇതോടെ ജനങ്ങൾ വെള്ളം വിലയ്ക്ക് വാങ്ങി തുടങ്ങി. കഴിഞ്ഞ ഭരണസമിതിയിലെ 21-ാം വാർഡ് അംഗം 1 ലക്ഷം രൂപ കുളം അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചു. കൂടാതെ നിലവിലെ അംഗവും 1 ലക്ഷം രൂപ അനുവദിച്ചു. ഈ 2 ലക്ഷം രൂപ മുടക്കി പദ്ധതി പുനരാരംഭിക്കാനായി ഇലക്ട്രിക് മോട്ടോറും അനുബന്ധ സൗകര്യങ്ങളും വാങ്ങിയെങ്കിലും വൈദ്യുതി കണക്ഷൻ ഇതുവരെയും എത്തിയിട്ടില്ല. നിലവിലെ പഞ്ചായത്തംഗം മുൻ പഞ്ചായത്തംഗത്തോട് താങ്കൾ മുൻകൈയെടുത്ത് കൺസെന്റ് വാങ്ങിത്തന്നാൽ വൈദ്യുതി കണക്ഷൻ എടുക്കാമെന്നാണ്. കുളത്തിൽ നിന്നും 1 കിലോമീറ്ററോളം അകലെ 21-ാം വാർഡിന്റെ അതിർത്തിയിലാണ് സംഭരണി. മോട്ടോർ കൂടി പ്രവർത്തനക്ഷമമായാൽ മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും. എന്നാൽ പദ്ധതി നിലനിൽക്കെ ജലനിധി പദ്ധതി കൊണ്ടുവന്നു. എന്നാൽ ജലസ്രോതസ്സിൽ വെള്ളമില്ലാത്തതിനാൽ ആ പദ്ധതി മുടങ്ങി. നിലവിൽ 2000 ലിറ്ററിന് 800 രൂപ നൽകി വെള്ളം വിലയ്ക്ക് വാങ്ങുകയാണ്. പദ്ധതി പുനരാരംഭിച്ചാൽ നിലവിലെ ചൂട് തുടർന്നാലും ഇനിയും കുറഞ്ഞത് 3 മാസം കൂടി ഉപയോഗിക്കാൻ ഈ കുളത്തിൽ വെള്ളമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.